ഇന്ന് നമ്മുടെ ചീരത്തോട്ടത്തിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശവും അതുപോലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ നമ്മുടെ ചീര വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ടുള്ളത് കുറച്ച് ചെങ്കല്ല് പോലത്തെ മണ്ണുള്ള ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ചീര പെട്ടെന്ന് തന്നെ വളർന്നുണ്ടാവും. നമ്മുടെ സാധാരണ മണ്ണിലും ചീര നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം വേണം. നമ്മൾ മരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് തണലുകളുടെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര കുറച്ച് ഉഷാർ കുറയും. വിത്ത് പാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളം ഉണ്ടായാൽ മതി. അതിട്ടിട്ട് അതിന് മേലെയാണ് നമ്മൾ വിത്ത് പാവി നടുന്നത്, അല്ലെങ്കിൽ പച്ചില വളം ആയാലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു കരുത്തിൽ നമ്മുടെ ചീര മുളച്ച് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഒരു 3-4 ഇല വരുമ്പോൾ നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കണം. കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ ചീരയ്ക്ക് ആ ഒരു ഇതുണ്ടാവില്ല, ചീരയുടെ വളർച്ച തന്നെ അത് ബാധിക്കും. ഇപ്പം നമ്മൾ ഈ ഇടയിൽ കണ്ടോ കുഞ്ഞു കുഞ്ഞു തൈക്കൾ നിൽക്കുന്നത്, അവർ വളരുന്നില്ല, കാരണം അവർക്ക് വെളിച്ചോ ഇതൊന്നും കിട്ടുന്നില്ല മറ്റ് ചീരകൾ കാരണം. അപ്പോൾ ഇത് നല്ല ഡാർക്ക് ചുവപ്പാട്ടോ, നമുക്ക് ഇതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നും, പക്ഷെ നല്ല കരുത്തി തന്നെ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ നട്ടതിന് ശേഷം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ വളർത്തുന്നത്. കവറുകളിലൊക്കെ നടുന്നതിലും നല്ല അടിപൊളിയായിട്ട് വളരുന്നത് ഇതുപോലെ മണ്ണിലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല വെളിച്ചവും ഇതൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്, എന്ന് വെച്ചാൽ നേരെ സൺലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ ചീര നട്ടിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചവറൊക്കെ ഇട്ട് നികത്തിയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീര പെട്ടെന്ന് തന്നെ വളമൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് വളരും. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ വരെ വന്നു തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. ഈ ഒരു പരിവായപ്പോഴേക്കും നല്ല പോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് ഉപ്പേരിക്ക് വേണ്ടി കുറച്ചൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, കാരണം അത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് തണ്ട് മതിയാവും, കാരണം ഇത് നല്ല വലിപ്പമുള്ള ചീരയാണ്. അപ്പോൾ നമുക്കൊരു 2 കട പൊട്ടിച്ചാൽ തന്നെ നമുക്ക് ഉപ്പേരിക്കുള്ളതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു കടയാട്ടോ, ഈ ഒരു കടയിൽ നിന്ന് തന്നെ പൊട്ടിച്ചപ്പോൾ നമുക്ക് 3 തണ്ടോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ പച്ചച്ചീരയും വലുതാവുന്നുണ്ട്, അപ്പോൾ സൈഡിൽ നിന്ന് പച്ചച്ചീരയും കൂടെ പൊട്ടിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.